ഹലോ, ഓഫീസർ ടെൻപണി റിപ്പോർട്ടിംഗ്. എന്താണ് നിങ്ങൾ എന്നെ ഇങ്ങോട്ട് വിളിപ്പിച്ചത്? സാറേ, ഒരു ചെറിയ പരാതി തരാനുണ്ട്. ഞങ്ങളുടെ ഗ്യാങ്ങിലുള്ളതും വാഗോസ് ഗ്യാങ്ങിലുള്ളതുമായ പല ആൾക്കാരെയും കാൾ ജോൺസൺ കൊന്നു തള്ളുവെന്നു എന്നൊരു പ്രശ്നം നേരിട്ടുകൊണ്ടിരിക്കുന്നു. അതിനെതിരെ ഒരു പരാതി എടുക്കണം. കാൾ ജോൺസനെ കുറേ വട്ടം ഞങ്ങൾ പോലീസിൽ പിടിപ്പിച്ചിട്ടുണ്ട്, പക്ഷെ അവൻ നിർത്തിയിട്ടില്ല. അതുകൊണ്ട് സാർ ഒരു കാര്യം ചെയ്യണം. സാർ, ദയവ് ചെയ്ത് സാർ അവനെ കൊന്നു കളയണം. സാറിനെ അത് പറ്റൂ? ഓ, അത് ശരിയാ, അതാണോ? താൻ പൊക്കോ. നാളെയല്ല, മറ്റന്നാൾ എന്നൊരു ദിവസം ഉണ്ടെങ്കിൽ അവൻ ഇവിടുന്ന് പോയിരിക്കും. അതായത് നാളെ തന്നെ അവനെ ഞാൻ കൊന്നിരിക്കും. താൻ ടെൻഷൻ ആവണ്ട, പൊക്കോ. അത് കേട്ടാൽ മതി എനിക്ക്. ഓ, ഇങ്ങനെ ഓരോരോ പരാതികളൊന്നും വന്നായിരുന്നെങ്കിൽ എനിക്ക് പൈസ കിട്ടുമായിരുന്നല്ലോ. പക്ഷേ ഒരു കാര്യമുണ്ട്, അവൻ്റെ കൂടെ ഇപ്പോൾ വേറൊരു ബെഡ്വാനുണ്ട്, ടോമി ഓസറ്റി. അവൻ കുറച്ച് സീനാണെന്നാണ് ഞാൻ അറിഞ്ഞത്. പരാതി ഇവിടെ രജിസ്റ്റർ ചെയ്യാം, ബുക്ക് ചെയ്ത് വെച്ചാൽ മതി. ഓക്കെ, അത് ഞാൻ ചെയ്തിട്ടുണ്ട്. ഇനി കോപ്സിനെ റെഡിയാക്കണം. ഒരു വലിയ പോലീസ് പട തന്നെ വേണം അവനെ തീർക്കാനായിട്ട്. യെസ്, പറഞ്ഞ പ്രകാരം ഇതാണ് സിജയുടെ വീട്. ഇവിടെ മെല്ലെ നിൽക്കാം. ഇവിടെ ഉണ്ടാകും മിക്കവാറും അവൻ. ഇതിനകത്തോട്ട് കിടക്കുന്നത് ഡേഞ്ചറാണ്. കാരണം ഇവിടെ ഗ്രോ സ്ട്രീറ്റ് എന്ന് പറഞ്ഞൊരു ഗ്യാങ് ഉണ്ട്. അവരുടെ ഏരിയ ആണിത്. സിജയുടെ ഗ്യാങ്ങാണ്. എന്നെ എങ്ങാനും ഇവിടെ വെച്ച് കണ്ട എൻ്റെ കാര്യം അതോടെ തീർന്നു. ഇവിടെ വെച്ച് നിരീക്ഷിക്കാം ഇവിടെ സിജ എവിടെ ഉണ്ടെന്ന്. പിന്നെ ഇവിടെ പുതിയൊരു ഗ്യാങ് മെമ്പറും കൂടി വന്നിട്ടുണ്ട്. പുതിയ ഒന്നല്ല, പുതിയൊരു തരം. ടോം ആൻഡ് ജെറി എന്നാണ് പേര്. കുറേ പേരുണ്ട് അവരെ പോലത്തെ. അപ്പോൾ അവരെയൊക്കെ പേടിക്കണം. തൽക്കാലം ഇവിടെ നിന്ന് സിജയുടെ വീട് നിരീക്ഷിക്കാം. ഓക്കെ. സിജനെ ഇവിടെ എവിടെയും കാണാനില്ല. യെസ്, ഇവിടെ ഗ്യാങ് മെമ്പേഴ്സിനെയും കാണാനില്ല. ഓക്കെ, ഇവിടെ ഇങ്ങനെ വെള്ളം നോക്കാം. പ്രശ്നമാവും. കാരണം സിജയുടെ ഏരിയ ആണിത്. ഇവിടെ ഞാൻ കയറിയതെങ്ങാനും അവൻ്റെ ഗ്യാങ്ങോ അവനോ അറിഞ്ഞു കഴിഞ്ഞാൽ അതോടെ ഞാൻ തീരും. ഒരു ഗണ്ണ് കയ്യിലിരിക്കുന്നത് എന്തുകൊണ്ടും സേഫാണ്. അങ്ങനെ ആരെയും ഞാൻ വെറുതെ വിടത്തില്ല. ഓക്കെ, രാത്രി. അയ്യോ, ടോം ആൻഡ് ജെറിയിലെ ടോം. ഇവൻ കുറച്ച് സീനാണെന്നാണ് കേട്ടേക്കണത്. ഇവൻ്റെ കയ്യിലെങ്ങാനും പെട്ട് കഴിഞ്ഞാൽ തീരും അതോടെ. ഇന്നെന്തായാലും ഇവിടെയൊക്കെ നിരീക്ഷിക്കാം. സിജ എല്ലാ ദിവസവും രാത്രി പുറത്തിറങ്ങാറുണ്ടെന്ന് ഒരു ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എത്ര മണിക്കാണെന്ന് അറിയണം. അതിനാണ് ഞാനിവിടെ വന്നത്. അപ്പോൾ അതറിഞ്ഞു കഴിഞ്ഞാൽ അവനെ കൂട്ടാൻ വേണ്ടി നാളെ എൻ്റെ ഗ്യാങ്ങിനെ ഇങ്ങോട്ട് അയക്കാം. അവൻ വരുന്നില്ലല്ലോ, കുറേ നേരമായി. ഇവിടെ ഇങ്ങനെ നിന്ന് നോക്കാം. ഇവിടെ നിൽക്കുന്നത് കുറച്ച് ഡേഞ്ചറാണ്, എന്നാലും നിൽക്കലേ പറ്റൂ. യെസ്, അവനെ ഞാൻ ഫൗണ്ട് ചെയ്തിട്ടുണ്ട്. അവൻ രാത്രി എന്തിനാണെന്നും പുറത്തിറങ്ങുന്നതെന്ന് മാത്രം അറിയില്ല. പക്ഷെ അവൻ രാത്രി എല്ലാ ദിവസവും പുറത്തിറങ്ങാറുണ്ടെന്നുള്ളൊരു ഇൻഫർമേഷൻ പ്രകാരം വന്നതായിരുന്നു. അവനെ കിട്ടി. പക്ഷെ ഇവിടെ വെച്ച് തീർത്താൽ പ്രശ്നമാകും. ഇവനെ വെച്ച് ഇവിടെ വെച്ച് തീർത്ത് കഴിഞ്ഞാൽ എൻ്റെ പണിയും പോകും, എൻ്റെ ജീവനും പോകും. അതിനേക്കാൾ നല്ലത് ഇവനെ ഞാൻ മെയ്സിൻ്റെ മുകളിൽ വെച്ച് തള്ളിയിടുന്നതാണ്. ഗ്രോ സ്ട്രീറ്റ് എന്നെ കണ്ടു കഴിഞ്ഞാൽ പ്രശ്നമാകും, ഉറപ്പായിട്ടും പ്രശ്നമാകും. എത്ര വില പേശിയാലും അവരവരുടെ ചങ്ക് പറിച്ചു തന്നാലും സിജേനെ വിട്ടു തരത്തില്ല, ഉറപ്പാണ്. ഇവിടെ ഓടി ഇപ്പോൾ സ്റ്റേഷനിലോട്ട് ചെന്നിട്ട് നാളെ രാത്രിയാകുമ്പോൾ പോലീസിനെ അറിയിക്കണം. അയ്യോ, ടോമിൻ്റെ ഗ്യാങ്. അയ്യോ, പ്രശ്നമായി. ടോമിൻ്റെ ഗ്യാങ് വരുന്നുണ്ട്. അതാ. ഓക്കെ, ഒരു പോലീസുകാരൻ വരുന്നുണ്ട്. നീ ആ ടോമിൻ്റെ ഗ്യാങ്ങിനെന്ന് പറഞ്ഞേച്ചേ. സോറേ, എൻ്റെ ഡ്യൂട്ടി കഴിഞ്ഞ്. എന്നെ കണ്ടു കഴിഞ്ഞാൽ പ്രശ്നമാണ്. ഞാൻ തൽക്കാലം ഇവിടെ എവിടെയെങ്കിലുമൊക്കെ നിൽക്കുന്നതാണ് നല്ലത്. പോലീസിന് ഇൻഫോർമേഷൻ ചെയ്യണ്ട. നാളെ നേരെ സ്റ്റേഷനിലോട്ട് പോകാം. യെസ്, ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കണം. കാൾ ജോൺസൺ, ദാറ്റ് ഈസ് അവർ മിഷൻ.
CJ എന്നു പേരുള്ള ഗ്രോ സ്ട്രീറ്റ് മെമ്പറിനെ എങ്ങനെയെങ്കിലും നിങ്ങൾ കൊല്ലണം. നിങ്ങൾക്ക് ഇന്നത്തെ മിഷൻ അതാണ്. ഇന്ന് രാത്രി 12 മണിയാകുമ്പോൾ അവൻ പുറത്തിറങ്ങും. അപ്പോൾ അയ്യോ എന്നെ കൊണ്ടൊന്നും വയ്യ. എന്നാൽ നിങ്ങൾ രണ്ടുപേരുണ്ടല്ലോ, അവൻ പുറത്തിറങ്ങുമ്പോൾ അവനെ തീർത്തോണം. ഉറപ്പല്ലേ? ഓക്കെ, ഇന്ന് രാത്രി അവൻ്റെ അന്ത്യമാണ്. പിന്നെ ഒരു കാര്യം പറയാനുണ്ട്. ഇന്നലെ രാത്രി ഞാൻ അവൻ്റെ വീട്ടിൽ പോയപ്പോൾ ഒരാളെ ജനൽ വെച്ച് കണ്ട്. ടോമി, അവനെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോണം. അവൻ കുറച്ച് ആൾ പെശകാണ്. അപ്പോൾ നിങ്ങൾ ഇന്ന് രാത്രി 12 മണിയാവുന്നവരെ വെയിറ്റ് ചെയ്തോളൂ. ഞാനിപ്പോൾ വരാം. ഓക്കേ, ഇതാണ് CJയുടെ വീട്. ഐ തിങ്ക് കാൾ ജോൺസന്റെ വീട്. ഓക്കേ, നമ്മൾ ഓഫീസർ ടെൻപെന്നി പോലത്തെ ആൾക്കാരല്ലാത്തതുകൊണ്ട് നമ്മൾ ആർക്കും ഡൗട്ട് അടിക്കത്തില്ല. നീ ഇവിടെ നിന്നാൽ മതി, ഞാൻ അകത്ത് പോയി എന്താ നോക്കിയിട്ട് വരാം. ഭാഗ്യം ഞാൻ പെട്ടെന്ന് പോകുന്നത്. എനിക്ക് തോന്നുന്നു CJയുടെ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ കാരണം ഇവനായിരിക്കും. ടെൻപെന്നി സാർ പറഞ്ഞ ആ ഒരു പെടവാൻ, അതായത് CJയുടെ കൂടെ എന്നും താമസിക്കുന്നെന്ന് പറഞ്ഞൊരുത്തനില്ലേ, എന്തായിരുന്നു, ടോമിയോ എന്തോ അവൻ്റെ പേര്, അവനാണെന്ന് തോന്നുന്നു പോകുന്നത്. കണ്ടിരുന്നെങ്കിൽ കഥ കഴിഞ്ഞേനെ. കാരണം ആളെ കണ്ടിട്ട് കുറച്ച് പന്തി അല്ലാത്ത പോലെ തോന്നുന്നു. നോക്കാം. സൈഡിലൊടുക്കി ഓടാ. ഓക്കെ, അവൻ അങ്ങോട്ട് പോവാണ് പോകുന്നത്. എനിക്ക് CJ ഇപ്പോൾ വീട്ടിലൊറ്റക്കായിരിക്കും. യെസ്, ദിസ് ഈസ് എ ടൈം. അവനെ നേരെ പോയി കയ്യോടെ പൊക്കിക്കൊണ്ടുവരുന്നു. നീ ഇവിടെ നിന്നാൽ മതി, ഞാനിപ്പോൾ വരാം. ഓക്കെ, ഞാൻ അവിടെ 2 കാലുകൾ കാണുന്നുണ്ട്. ഇതിലൂടെ മെല്ലെ ശബ്ദമുണ്ടാക്കരുത്. ഓക്കെ, ഇവിടെ നിൽക്കി. അവനെ ഞാനിന്ന് തീർത്തിടും. അവനെ കൊല്ലാനാണ് ഓർഡർ വന്നേക്കുന്നത്. ഹാൻഡ്സ് അപ്പ്. നീ എൻ്റെ കൈപ്പിടിയിലാണിപ്പോൾ. അനങ്ങി ഒച്ചയുണ്ടാക്കി ആളെ കൂട്ടാനാണ് ഉദ്ദേശമെങ്കിൽ നീ തീർന്നടാ മോനെ. എൻ്റെ കൂടെ മര്യാദയ്ക്ക് ഇങ്ങോട്ട് നടന്നു വാ, അല്ലെങ്കിൽ നിൻ്റെ കാര്യത്തിൽ തീരുമാനമാകും. മറ്റവൻ അപ്പോഴേക്കും പോയി, അല്ലെങ്കിൽ അവൻ നിന്നെ ഇവിടെ വെച്ച് ഇടിച്ചിടിച്ച് നിന്നെ കൊണ്ട് സത്യം പറയിപ്പിച്ചേനെ എന്തിനാണ് നീ ബല്ലാസ്മായി അടിക്ക് പോകുന്നത് എന്ന്. പക്ഷെ അവനിപ്പോൾ ഇല്ലാതായിപ്പോയി. എനിക്ക് നേരെ ഇത് ടെൻപെന്നി സാറിനെ നിന്നെ കൊണ്ട് കാണിക്കണം. അപ്പോൾ എനിക്ക് സമ്മാനം കിട്ടും. അതുകൊണ്ടാണ് ഞാൻ ട്രാഫിക്കൊന്നും തെറ്റിച്ച് പോകുന്നത്. പിന്നെ എന്താടാ നിനക്ക് ആ ടോമിയുമായിട്ടുള്ള ബന്ധം? പറയടാ. നിൻ്റെ നാവെന്താ ഇറങ്ങിപ്പോയോടാ? പറയടാ. ടോമി എൻ്റെ ഒരു അടുത്ത ഫ്രണ്ടാണ്. ആ ഫ്രണ്ട്, ഇനി അവനെ നീ കണ്ടിട്ട് വേണ്ടേ. കാറിൻ്റെ ചില്ല് പൊട്ടിയാലും വേണ്ടില്ല, നിന്നെ ഞാൻ വിട്ടു തരില്ലടാ. നിന്നെ കൊന്നിട്ട് തന്നെ കാര്യം. ടെൻപെന്നി സാർ ഇവിടെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇവിടെ 2 പോലീസുകാരുടെ ഡെഡ് ബോഡി കാണുന്നുണ്ടല്ലോ. ഇതെന്താ പറ്റിയേ? നിൻ്റെ ടീമിലുള്ള ആരെങ്കിലും ആണോടാ ഇത് ചെയ്തത്? നിനക്ക് മുമ്പ് അറിയാമായിരുന്നോ ഞാൻ അങ്ങോട്ട് വരുമെന്ന്? നീ സത്യം പറഞ്ഞില്ലെങ്കിൽ നിന്നെ ഇടിച്ച് നിൻ്റെ കോഞ്ഞാട്ടമുളക്കും ഞാൻ. പറയടാ. സംതിങ് ഫിഷി. ഏതായാലും വേഗം നിന്നെ കൊണ്ട് ടെൻപെന്നി സാറിനെ കാണിക്കട്ടെ. ഓ ഗുഡ്, നീ അപ്പോൾ എൻ്റെ പണി ചെയ്തു അല്ലേടാ മോനെ. നിനക്കിതിനുള്ള സമ്മാനം കിട്ടും. സാലറി കുറച്ച് കൂട്ടിത്തരാം. ഇവനെയും കൊണ്ട് നേരെ മെയ്സ് ബാങ്കിൻ്റെ ടവറിൻ്റെ മേലെ ചെല്ലണം. യെസ്, മെയ്സ് ബാങ്കിൻ്റെ ടവറിൻ്റെ മേലെ എത്തിയിട്ട് ഇവനെ അങ്ങ് തീർത്തേക്ക്. ഒരു പൂച്ചക്കുഞ്ഞു പോലും അറിയാൻ പാടില്ല. അത് ഞാൻ നിനക്ക് തരുന്ന ഓർഡറാണ്. അല്ലേ വേണ്ട, ഞാനും വരുന്നു. എനിക്ക് നിന്നെ വിശ്വാസമില്ല. വണ്ടി നീ ഓടിക്കി. ടെൻപെന്നി സാറേ, ഞാൻ എന്ത് ചെയ്തിട്ടാണ് സാറേ എന്നെ കൊല്ലണമെന്നൊക്കെ പറയുന്നത്? നീ മര്യാദയ്ക്ക് വണ്ടി കയറടാ. നിന്നെ വേഗം എത്തിക്കേണ്ടടുത്ത് എത്തിക്കണം. എടാ, ഞാനിവിടെ ഇറങ്ങാം. നീ അവിടെ എത്തിയിട്ട് എന്നെ കോൾ ചെയ്താൽ മതി, ഞാൻ വരാം. ആദ്യം ആ പോലീസുകാരുടെ ഡെഡ് ബോഡി എങ്ങനെ അവിടെ എത്തിയതെന്ന് നോക്കട്ടെ. ഓക്കെ ടെൻപെന്നി സാറേ. സത്യം പറയടാ, നീ എന്തിനാടാ വെറുതെ ബല്ലാസിനെ കൊല്ലുന്നത്? സത്യം പറഞ്ഞ ടെൻപെന്നി സാറിൻ്റെ ഓർഡർ ഇല്ലാതെ തന്നെ ഞാൻ നിന്നെ വെറുതെ വിടാം. പക്ഷേ നീ പറയുന്നത് കള്ളമാണെന്നൊരു പ്രൂഫ് കിട്ടിക്കഴിഞ്ഞാൽ നീ തീർന്ന്. പറയടാ, എന്നെ ഞാൻ ഇടിച്ചു പറയിപ്പിക്കണോ? ആണോ, അത് ഞങ്ങൾ ഗാങ്സ് അല്ലേ, ഫൈറ്റൊക്കെ ഉണ്ടാവില്ല, സ്വാഭാവികമല്ലേ.
നിൻ്റെ സ്വാഭാവികം. നിന്നെ കൊന്നിട്ട് തന്നെയുള്ള കാര്യം. എനിക്ക് സാലറി അധികം കിട്ടും. പിന്നെ കുറേ കാലം ഇങ്ങനത്തെ ബ്ലാക്ക് ജോബ്സൊക്കെ ചെയ്തിട്ട്. യെസ്, ഇറങ്ങണം മോനെ, നമ്മൾ മെയ്സ് ബാങ്ക് എത്തി. തീർന്നടാ, വാ വാ വാ. സീജനോട് ഞാൻ പറഞ്ഞതാ വീട്ടിൽ തന്നെ നിൽക്കണമെന്ന്. അവൻ എവിടെ പോയി കിടക്കുക? ഇവിടെ ആരെങ്കിലും ഒരാൾ സീജനെ കാണാത്തുണ്ടാവില്ല. ഈശ്, ഇതൊരു കഷ്ടം അറിയോ? വീട്ടിൽ നിൽക്കാൻ പറഞ്ഞാൽ അവൻ നിൽക്കത്തില്ല. അവന് തെണ്ടിപ്പോണം. ഇവിടെ ഗ്രോസ് സ്ട്രീറ്റ് മെമ്പേഴ്സിനോട് ചോദിക്കാം. അവരേതേലും ഗ്രോസ് സ്ട്രീറ്റിൽ തന്നെ ഉണ്ടാവുന്ന ആൾക്കാരല്ലേ. എടാ മോനെ, നീ സീജനെ കണ്ടായിരുന്നോ? ടോമി അണ്ണാ, സീജ ഉണ്ടായിരുന്നു. സീജനെ കുറച്ച് പോലീസുകാർ കിഡ്നാപ്പ് ചെയ്തുകൊണ്ട് പോയി. എടാ, അതൊക്കെ ഉണ്ടായിട്ട് നീ ഇവിടെ വണ്ടി വിട്ട് കളിക്കുന്നോടാ? അയ്യോ, അപ്പോൾ പ്രശ്നമായി. വേഗം പോലീസ് സ്റ്റേഷനിൽ വരെ ഒന്ന് ചെന്ന് നോക്കട്ടെ. അവിടെ എന്തായാലും എൻ്റെ സീജ ഉണ്ടാകും. തരാ. ചേട്ടാ, സത്യം പറ, എൻ്റെ ഒരു ഫ്രണ്ടിനെ നിങ്ങൾ ഇവിടെ കൊണ്ടുവന്നില്ലായിരുന്നോ? അവനൊരു പാവാണ് ചേട്ടാ. സത്യം പറ, അവൻ എവിടെയാണ് നിങ്ങൾ കൊണ്ടുവിട്ടത്? ഏത് പട്ടിക്കാട്ടിലാണ് അവരെ കൊണ്ടുവിട്ടത്? തലയ്ക്ക് വെളിവില്ലാത്ത ഒറ്റ സുഹൃത്തെ എനിക്കുണ്ടായിരുന്നുള്ളൂ. എവിടെ കൊണ്ടുവിട്ടത്? മോനെ, അത് നിൻ്റെ ഫ്രണ്ടായിരുന്നോ? അവനെ എനിക്ക് കണ്ടിട്ട് സഹതാപം തോന്നുന്നു മോനെ. അവനെ ഞാൻ കേട്ടതാണ്. 10 പെന്നി ഇവിടെയാണ് അവൻ്റെ കേസ് വെച്ചേക്കുന്നത്. 10 പെന്നി സാറും പിന്നെ വേറൊരു പോലീസുകാരനും കൂടി അവനെ കൊണ്ട് മെയ്സ് ബാങ്കിൻ്റെ മുകളിൽ നിന്ന് തള്ളിയിടാൻ പോയേക്കാണ്. എന്ത്? അമ്മമാരെയൊക്കെ വേഗത്തിലെത്താൻ പറ്റിയൊരു വണ്ടി, ബൈക്കാണ് നല്ലത്. എടാ നിൽക്കടാ. എടാ നീയെങ്കിലും താടാ, മാറ അവിടുന്ന്. സീജനെ യെസ് എത്തി മെയ്സ് ബാങ്ക്. ആരടാ അത്? എൻ്റെ മോനെ സീജെ, വേഗം വാ, വേഗം വാ. ഇനി ഇവിടെ നിന്നാൽ ശരിയാവില്ല. പോലീസുകാരൊക്കെ അലേർട്ടായിട്ടുണ്ട്. വേഗം വാ, വേഗം വാ. ഒരുത്തനും വിടില്ലടാ. സീജെ, നീ പതുക്കെ വന്നാൽ മതി. ഒരു ധൃതിയുമില്ല, പതുക്കെ വന്നാൽ മതി. ടോമി അണ്ണാ, ഞാൻ റെഡിയാണ്. ടോമി അണ്ണാ, ഒന്നും നോക്കണ്ട, ഞാൻ റെഡിയാണ്. ടോമി അണ്ണാ കൊന്നോ? അയ്യോ, വേഗം ആംബുലൻസ് വിളി. വേഗം വാ, വേഗം വാ. ഡാ സീജെ, എണീച്ചടാ. സമയമായി. രാവിലെ 10 മണിയാവാനായി. ഇപ്പോഴും ഉറക്കാണ്. എണീയാ. എടാ, ഇനി നീ എണീച്ചില്ലെങ്കിൽ ഗണ്ണ് വെച്ച് തന്നെ തലക്ക് ഞാൻ അടിച്ചു പൊട്ടിക്കും. എണീടാ അവിടുന്ന്. അയ്യേ, ടോമിയാണ് ഉറങ്ങാൻ സമ്മതിക്കില്ല. അപ്പോൾ ഇത്രയും നേരം കണ്ടൊക്കെ സ്വപ്നമായിരുന്നോ? അണ്ണോ, ഒരു പ്രശ്നമുണ്ട്. എന്താടാ സീജ പ്രശ്നം? അതെന്താ അറിയോ? വാ, എനിക്കൊരാളെ തീർക്കാനുണ്ട്. വേഗം വാ, വേഗം വാ. അല്ല, അങ്ങനെ അവിടെ നിന്ന് ഡ്രസ്സ് മാറി വേഗം വരാം. അവനെ ഞാൻ വെറുതെ വിടില്ല. അണ്ണോ, ഞാൻ റെഡി. വാ, പോവാ. എങ്ങോട്ട് പോവാന്ന്? എങ്ങോട്ട് പോവാന്നാ പറഞ്ഞേ? പറ. വന്നില്ലെങ്കിൽ അണ്ണനെ തന്നെയാണ് പ്രശ്നം. അണ്ണനെ അവൻ കൊല്ലും, ഉറപ്പാണ്. എന്നെയും കൊല്ലും. വേഗം വേണ. ഇവനെ കൊണ്ട് എന്നെ കൊല്ലാൻ മാത്രമുള്ള ആരും ഇവിടെ വളർന്നിട്ടില്ല. എന്തായാലും വാ, നിന്റെ ടെൻഷൻ മാറ്റാം. വാ, പോ. നീ വരുന്നുണ്ടോ? ഞാൻ എത്തി. ടോമിൻ്റെ ഗ്യാങ് അവിടെ നിൽക്കുന്നുണ്ട്. ഏതായാലും നീയേ കാറിലെടുത്ത് വേഗം വാ. നിനക്ക് എന്താണ് അത്ര ടെൻഷൻ? ബൈക്ക് എടുക്കാം, കയറി. എന്താണ് കാര്യം പറ. ഒരു പോലീസ് ഓഫീസർ ഉണ്ടല്ലോ, എന്നെ പണ്ട് മുതൽ, ഞാൻ ഈ ലോസ് ആൻഡോസിൽ വന്ന അന്ന് മുതൽ എന്നെ ഇട്ടും കഴിഞ്ഞ് റാഗ് ചെയ്യുന്നൊരു പോലീസുകാരനാണ്. അവനെ കൊല്ലാനാണ് ഞാൻ അണ്ണൻ്റെ കൂടെ വരുന്നത്. ഇത് നേരത്തെ പറഞ്ഞായിരുന്നെങ്കിൽ ഞാൻ എപ്പോൾ കൊന്നേനെ അവനെ. നിന്നെ റാഗ് ചെയ്യാൻ മാത്രമായി അവൻ. അതാ പറഞ്ഞേ. വേഗം. എൻ്റെ കയ്യിലുള്ള പണം മുഴുവൻ അവൻ എടുത്തായിരുന്നു. അവനിപ്പോൾ ഡ്യൂട്ടിയിലുണ്ടാവുമോ സീജെ? ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അവൻ പോലീസുകാരുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ സാലറി വാങ്ങുന്നത് അവനാണ്.
അവനെ തീർത്തു. ഇവിടെ വിളിച്ചിരിക്കുക സീജെ. കുറച്ച് നേരം കഴിയുമ്പോൾ പുറത്തിറങ്ങാതിരിക്കില്ലല്ലോ എന്തായാലും. ഇവിടെ നിൽക്കുക വാ. അവൻ പുറത്തിറങ്ങുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അണ്ണാ അതാ പോകുന്നല്ല, അവനാണ്. ആര് അതാ? അവനോ? അവൻ്റെ കാര്യത്തെ ഞാൻ തീരുമാനമാക്കും. ടെൻപെന്നി. ഹലോ മിസ്റ്റർ. ഓടാം നായ നിന്റെ മറ്റോ. ആ സീജെ, വന്ന പണി കഴിഞ്ഞ്. വേഗം ഇവിടുന്ന് സ്ഥലം വിട്ടില്ലെങ്കിൽ നിന്റെയും എൻ്റെയും പേരിൽ പോലീസ് അന്വേഷിക്കും. വാ വേഗം വാ. അണ്ണോ, എനിക്ക് ആ വണ്ടി ഇഷ്ടപ്പെട്ടു. ഏത് വണ്ടി? ഇതാ ഈ വണ്ടിയോ? അതെ അത് തന്നെ. എന്നാ നീ അത് പോയി എടുത്തോ. ഞാൻ നിനക്ക് സപ്പോർട്ടാണ്. നീ പോയി എടുത്തോ. നമുക്കത് വീട്ടിലോട്ട് അടിച്ചു മാറ്റിക്കൊണ്ടു പോവാം. ഇങ്ങോട്ട് ഇറങ്ങണ അവിടുന്ന്. വേണ്ട വിജയുടെ ഒരു കാര്യം. ഓരോരോ ആഗ്രഹങ്ങൾ എന്നോട് സാധിപ്പിക്കുക. ആദ്യം അവനെ പിടിച്ച് ഇടിച്ച് പൂഞ്ഞാട്ടം വെക്കണം. ടോം നല്ല വർക്ക് ചെയ്യുന്നില്ല ടോം. ഓ ടോമിയുള്ള എല്ലാ വർക്കും ക്ലിയറാണ്. എന്നാ വാ. സീജ എവിടെയാ? ഇവനിത് ഇവിടെ മറന്നു കിടക്കുന്നു. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ബൈ.